പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ ബട്ട് നോട്ട് ഫസ്റ്റ് ഡിഗ്രി ആയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന ഇതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായി ഇക്വേഷൻ സോൾവബിൾ ഫോർ പി, അതുപോലെ തന്നെ എക്സ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇക്വേഷൻ സോൾവബിൾ ഫോർ വൈ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പി എന്നുള്ളത് ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഫസ്റ്റ് ഓർഡറും ഫസ്റ്റ് ഡിഗ്രി അല്ലാത്തതുമായിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. അതിലെ 3 മെത്തേഡാണ് ഇക്വേഷൻ സോൾവബിൾ ഫോർ എക്സ് ആൻഡ് ഇക്വേഷൻ സോൾവബിൾ ഫോർ പി ആൻഡ് ലാസ്റ്റ് കേസ് ഇക്വേഷൻ സോൾവബിൾ ഫോർ വൈ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 2-3 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, എന്താണോ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഇക്വേഷൻ സോൾവബിൾ ഫോർ വൈ ആണെങ്കിൽ അതിൽ നിന്ന് y ഈക്വൽ ടു എന്ന എക്സ്പ്രഷൻ എടുത്തെഴുതുക. ദാറ്റ് ഈസ് നിങ്ങൾക്ക് y ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ് പി ഇതായിരിക്കും കിട്ടുക. എന്ത് ഇക്വേഷൻ ആണെങ്കിലും y ഈക്വൽ ടു എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് y ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ് പി ആയിരിക്കും. നെക്സ്റ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പി എന്ന ഫോമിനെ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരുന്നു ഡെറിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇക്വേഷൻ സോൾവബിൾ ഫോർ വൈ ആണെങ്കിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പി എന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ്, അപ്പോൾ നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പി എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദാറ്റ് ഈസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് പി ആൻഡ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്. ഈ ഫോമിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് പി ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു പി ആണ്. ദാറ്റ് ഈസ് പി ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് പി ഡി പി ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് എക്സും പിയും ഡി പി ബൈ ഡി എക്സും അടങ്ങിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ സെക്കൻഡ് ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സം ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ഈസ് സൈ ഓഫ് എക്സ് പി സി ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ഇത്. ദാറ്റ് ഈസ് 3. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 3 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ 1-ൽ നിന്നും ഇക്വേഷൻ 3-ൽ നിന്നും നിങ്ങൾക്ക് പി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പി എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇനി അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റി എഴുതേണ്ടി വരും. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എഫ് വൺ ഓഫ് പി സി ആൻഡ് വൈ ഈക്വൽ ടു അനദർ ഫങ്ഷൻ ഓഫ് എഫ് ടി ഓഫ് പി സി. ഇങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് ഈ മെത്തേഡ് ചെയ്യാം. സോൾവ് ക്വസ്റ്റ്യൻ. സോൾവ് y ഈക്വൽ ടു 3x പ്ലസ് ലോഗ് പി. y ഈക്വൽ ടു 3x പ്ലസ് ലോഗ് പി. ഇവിടെ ആൾറെഡി തന്നിട്ടുള്ള ഫോം സം y ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് പി. ഓക്കെ, നമ്മൾ ഇനി മാറ്റി എഴുതാമെന്നില്ല, കാരണം തന്നിട്ടുള്ള ഫോം തന്നെ y ഈക്വൽ ടു എന്ന ഫോമിലാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ആൾറെഡി എഴുതണം. നെക്സ്റ്റ് സെക്കൻഡ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, കാരണം ഇവിടെ പി എന്നുള്ളത് എന്താണ്, ഡി വൈ ബൈ വേർ പി ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 3x ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 3
നെക്സ്റ്റ് 3 പ്ലസ് ലോഗ് പി, കാരണം പി എന്നുള്ളത് ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ആണ്. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേഷനിലും എന്തായിരിക്കും, എക്സ് ഉണ്ടായിരിക്കും. ദർഫോർ പി എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ദർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് പിന്നെയും ഡെറിവേറ്റീവ് ചെയ്യാം. ദറ്റ് ഈസ് ലോഗ് പിയുടെ ഡെറിവേറ്റീവ്, ദറ്റ് ഈസ് 1/p ഇൻറ്റു ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്. ദറ്റ് ഈസ് പി ഈക്വൽ ടു 3 പ്ലസ് 1/p ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് സ്റ്റെപ്പ്. ദറ്റ് ഈസ് പി ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് പി ആൻഡ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്. ഓക്കെ, ദറ്റ് ഈക്വൽ ടു പി മൈനസ് 3 മൈനസ് 1/p ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റും അല്ലേ? ഇവിടെ നിന്ന് തന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ദറ്റ് ഈസ് ഇവിടെ പീനെ ഇങ്ങോട്ടും എക്സിൻ്റെ ടേമിനെ ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറി. പി മൈനസ് 3 ഈക്വൽ ടു 1/p ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്. ദെൻ ഡി എക്സ് ഈക്വൽ ടു 1 divided by p into p minus 3 into dp. ദറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ വേണമെങ്കിൽ ചെയ്യാം. 1/p ഇൻറ്റു പി മൈനസ് 3നെ സം എ ഡിവൈഡഡ് ബൈ പി പ്ലസ് സം ബി ഡിവൈഡഡ് ബൈ പി മൈനസ് 3 ഇങ്ങനെ എഴുതാം അല്ലേ? ത്രൂ ഔട്ട് പി ഇൻറ്റു പി മൈനസ് 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 1 ഈക്വൽ ടു എ ഇൻറ്റു പി മൈനസ് 3 പ്ലസ് നെക്സ്റ്റ് ബി ഇൻറ്റു പി. പുട്ട് പി ഈക്വൽ ടു 3, പി ഈക്വൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ ദറ്റ് ഈസ് 1 ഈക്വൽ ടു 3b, then b ഈക്വൽ ടു 1/3, p ഈക്വൽ ടു 1/3. നെക്സ്റ്റ് പുട്ട് p ഈക്വൽ ടു 0, p ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദറ്റ് ഈസ് 1 ഈക്വൽ ടു മൈനസ് 3a. That implies a equal to minus 1/3. Therefore, ഇതിനെ നമുക്ക് dx equal to ഈ ഇത്രയും ടേമിനെ നമുക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. a ഈക്വൽ ടു മൈനസ് 1/3 ഡിവൈഡഡ് ബൈ p, നെക്സ്റ്റ് പ്ലസ് 1/3 ഡിവൈഡഡ് ബൈ p മൈനസ് 3 ഇൻറ്റു ഡി പി. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ദറ്റ് ഈസ് രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് 1/3 ഡിവൈഡ് ബൈ പി പ്ലസ് 1/3 ഡിവൈഡ് ബൈ പി മൈനസ് 3 ഡി പി. ഓക്കെ, ദറ്റ് ഈസ് എക്സ് ഈക്വൽ ടു മൈനസ് 1/3 ഔട്ട് സൈഡ് എടുക്കാം, മൈനസ് 1/3 1/p ഡി പി ദറ്റ് ഈക്വൽ ടു ലോഗ് പി പ്ലസ് നെക്സ്റ്റ് 1/3 അഗൈൻ പുറത്തെടുത്തു, ദറ്റ് ഈസ് നെക്സ്റ്റ് ലോഗ് പി മൈനസ് 3 പ്ലസ് സം കോൺസ്റ്റന്റ് ലോഗ് സി. ദറ്റ് ഈസ് 1/3 ലോഗ് പി മൈനസ് 3 പ്ലസ് ലോഗ് സി മൈനസ് 1/3 ലോഗ് പി. ഇവിടെ 1/3 കോമൺ ആണ്, ഇവിടെയും 1/3 കോമൺ ആണ്. അതുകൊണ്ട് ഈ ലോഗ് സിയിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു 1/3 കൊടുക്കുമ്പോൾ, കാരണം ആ 1/3 കൂടി കൂട്ടിയതാണ് ആ കോൺസ്റ്റൻറ്റ്. ദറ്റ് ഈസ് ഇവിടെ എല്ലാം 1/3 വന്നതുകൊണ്ട്. ഓക്കെ, കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഒരേപോലെ, കാരണം ലോഗ് സി പറഞ്ഞാൽ സം കോൺസ്റ്റൻറ്റാണ്. 1/3 ലോഗ് സി പറഞ്ഞു കഴിഞ്ഞാലും കോൺസ്റ്റൻറ്റാണ്. ദറ്റ് ഈക്വൽ ടു ഈ 1/3 ഔട്ട് സൈഡ് എടുക്കാം. 1/3 ഇൻറ്റു എന്താണ് ലോഗ് എ പ്ലസ് ലോഗ് ബി, ദറ്റ് ഈസ് ലോഗ് p minus 3 into c, log p minus 3 into c minus log p, that equal to 1/3 log p minus 3 c divided by p, that is log a minus log b. That is x equal to 1/3 log p minus 3 c divided by p. Okay.
that is 3x equal to log p minus 3c divided by p. രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ ടേം എടുത്തു കഴിഞ്ഞാൽ ഇ പവർ 3x ഈക്വൽ ടു ഇ പവർ ലോഗ് സംതിങ് ദറ്റ് ഈസ് പി മൈനസ് 3 ഇൻറ്റു സി ഡിവൈഡ് ബൈ പി. ദറ്റ് ഈക്വൽ ടു പി ഇ റേസ് ടു 3x ഈക്വൽ ടു പി മൈനസ് 3 ഇൻറ്റു സി. നെക്സ്റ്റ് ദറ്റ് ഈക്വൽ ടു പി സി മൈനസ് 3c ഈക്വൽ ടു പി ഇ റേസ് ടു 3x. ദറ്റ് ഈസ് പിയുടെ ടേമിനെ ഒരു സൈഡിലേക്ക് എടുക്കാം, മറ്റുള്ളതിനെ മറ്റേ സൈഡിലേക്ക് എടുക്കാം. ദറ്റ് ഈസ് പി ഇ റേസ് ടു 3x മൈനസ് പി സി ഈക്വൽ ടു മൈനസ് 3c. ദറ്റ് ഈസ് പി ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ പി ഇൻറ്റു ഇ റേസ് ടു 3x മൈനസ് സി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3c. sorry minus 3c. okay, that is p equal to minus 3c divided by e power 3x minus c. next, that is p equal to e raised to 3c divided by c minus e raised to 3x. that is p equal to 3c divided by c minus e raised to 3x. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് കിട്ടി. therefore ഇവിടെ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ ആയി. ദറ്റ് ഈസ് ഫൈനൽ ആൻസർ y ഈക്വൽ ടു 3x പ്ലസ് ലോഗ് 3c ഡിവൈഡഡ് ബൈ c മൈനസ് e raised to 3x. ഇതാണ് ആൻസർ. ഓക്കെ, ചെയ്ത പോലെ കഴിഞ്ഞ ഇക്വേഷൻ സോൾവബിൾ ഫോർ എക്സ് ചെയ്ത അതേ മെത്തേഡാണ്. ഫസ്റ്റ് എക്സ് ഈക്വൽ ടു ആക്കിയതിന് പകരം വൈ ഈക്വൽ ടു എന്ന ഫോർമുലയ്ക്ക് മാറ്റി എഴുതി. നെക്സ്റ്റ് ഇവിടെ എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് വെച്ചുകൊണ്ട് ഡെറിവേറ്റീവ് ചെയ്യാം. തൊട്ട് മുന്നേ എക്സ് ഈക്വൽ ടു ആയിരുന്നു, അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്തു. ഇവിടെ വൈ ഈക്വൽ ടു ദർഫോർ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, പി ഈക്വൽ ടു സംതിങ് എഴുതാം. ദറ്റ് ഈസ് psi ഓഫ് എക്സ് പി സി ഈക്വൽ ടു 0. ഇതെന്ന് എന്ത് ചെയ്യാം, പി എലിമിനേറ്റ് ചെയ്യാം അല്ലേ. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ സ്റ്റെപ്പ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, പീനെ പി ഈക്വൽ ടു എന്ന പിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ടേം കണ്ടുപിടിച്ചു. അതെടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. സോൾ y plus px equal to x raised to 4 p square. y plus px equal to x raised to 4 p square. okay, solvable for equation solvable for y ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് y ഈക്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് y ഈക്വൽ ടു x raised to 4 p square മൈനസ് px. y ഈക്വൽ ടു എന്ന ടേമിലേക്ക് മാറ്റി എഴുതി. നെക്സ്റ്റ് ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യാം. ദറ്റ് ഈസ് ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ പിയിലും എക്സ് ഉണ്ടായിരിക്കും, കാരണം പി എന്നുള്ളത് ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ആണ്. ദറ്റ് ഈസ് വൈ എന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്താണ് പി. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും അതിൽ എക്സ് ഉണ്ടായിരിക്കാം. ദെർഫോർ പി എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. ദറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, അതേപോലെ മൈനസ് പി എക്സിലും നമുക്ക് ആ ഫോം ഉപയോഗിക്കേണ്ടി വരും. ദറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ദറ്റ് ഈസ് എക്സ് റേസ് ടു 4 2p dp divided by dx. നെക്സ്റ്റ് പ്ലസ് p square 4p square x cube minus p minus x into dp divided by dx. okay, that equal to p. that is dy divided by dx equal to p. okay, that is p. next ഈ മൈനസ് പിന്നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ again p
പ്ലസ് എക്സ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്, ദറ്റ് ഈസ് ഇതിന് നമ്മൾ ഇങ്ങോട്ട് എടുത്തു, ഇതിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. നെക്സ്റ്റ് മൈനസ് 4p² എക്സ് ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 2p dp ഡിവൈഡ് ബൈ ഡി എക്സ്. ഓക്കെ, ഈ ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് വരുന്ന ഈക്വൽ ടു 0. ദറ്റ് ഈസ് 2p ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് വരുന്ന ടേമിന് ഒന്നിച്ച് എഴുതാം. ദറ്റ് ഈസ് ഡി പി പ്ലസ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്, പിന്നെ ബ്രാക്കറ്റിൽ എക്സ് മൈനസ് 2x റേസ് ടു 4p. ഓക്കെ, ബാക്കി മൈനസ് 4p² എക്സ് ക്യൂബ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ്, ഇവിടുന്ന് ഒരു എക്സ് കോമൺ ആയിട്ടുണ്ട്, അതും കൂടി പുറത്തേക്ക് എടുക്കാം. ദറ്റ് ഈസ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് 2x³ പി. ബാക്കിയുള്ള ടേം പ്ലസ് 2p മൈനസ് 4p² എക്സ് ക്യൂബ് ഈക്വൽ ടു 0. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2p കോമൺ ടേമാണ്, അതിനും പുറത്തേക്ക് എടുക്കാം. ദറ്റ് ഈസ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് 2x³ പി പ്ലസ് 2p നെക്സ്റ്റ് 1 മൈനസ് 4p 4 ദറ്റ് ഈസ് 2 അല്ലേ, 2 ഔട്ട് സൈഡ് എടുത്തു. ദറ്റ് ഈസ് 2p x³ ഈക്വൽ ടു 0. ദറ്റ് ഈസ് ഈ ഒരു ടേം ഇവിടെയുമുണ്ട്, അതേപോലെ സെയിം ടേം ഇവിടെയുണ്ട്. ദെർഫോർ ഇത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ദറ്റ് ഈസ് 1 മൈനസ് 2x³ പി ഇൻറ്റു നെക്സ്റ്റ് ഇവിടെ ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2p ഈക്വൽ ടു 0. രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് 0 ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും. നമ്മൾ ഇതാണ് സോൾവ് ചെയ്യുന്നത്, കാരണം ഇതിലാണ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2p ഈക്വൽ ടു 0 വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാം. ദറ്റ് ഈസ് ഡി പി ഡിവൈഡ് ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു മൈനസ് 2p. നെക്സ്റ്റ് ദറ്റ് ഈസ് ഡി പി ഡിവൈഡ് ബൈ dp divided by p equal to minus 2x into dx. Sorry, minus 2 by x into dx. Okay. p നെ ഇങ്ങോട്ട് എടുത്തു, x നെയും dx നെയും അങ്ങോട്ട് എടുത്തു. ഓക്കെ, ദറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ലോഗ് p ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സം കോൺസ്റ്റൻറ്റ് ലോഗ് c. ഓക്കെ, ദറ്റ് ഈസ് ലോഗ് മൈനസ് 2 ലോഗ് എക്സ്, നമുക്ക് ഇതിനെ മുകളിലേക്ക് എടുക്കാം. ദറ്റ് ഈസ് ലോഗ് എക്സ് പവർ മൈനസ് 2 പ്ലസ് ലോഗ് c. ദറ്റ് ഈസ് ലോഗ് എ പ്ലസ് ലോഗ് ബി, ദറ്റ് ഈസ് ലോഗ് x² c ഇൻറ്റു എക്സ് പവർ മൈനസ് 2. രണ്ട് സൈഡും ഈ പവർ എടുത്തിട്ടുണ്ടെങ്കിൽ p ഈക്വൽ ടു c എക്സ് പവർ മൈനസ് 2. ഓക്കെ, പിയുടെ വാല്യൂ കിട്ടി, ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ദെർഫോർ y പ്ലസ് സി എക്സ് പവർ മൈനസ് 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 സി എക്സ് പവർ മൈനസ് 2 ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് y പ്ലസ് എന്താണ് സി എക്സ് റേസ് ടു മൈനസ് 2, ദറ്റ് ഈസ് സി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ, ദറ്റ് ഈസ് സി ഇൻറ്റു എക്സ് പവർ മൈനസ് 1 ഈക്വൽ ടു എക്സ് റേസ് ടു 4 നെക്സ്റ്റ് ഇവിടെ എക്സ് റേസ് ടു മൈനസ് 4 രണ്ടും ക്യാൻസൽ ചെയ്യാം, ദറ്റ് ഈസ് സി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നും കൂടി ജനറൽ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ y പ്ലസ് സി ബൈ എക്സ് ഈക്വൽ ടു സി ത്രൂ ഔട്ട് ഒരു എക്സ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് വൈ എക്സ് പ്ലസ് സി ഈക്വൽ ടു സി എക്സ്, ദറ്റ് ഈസ് വൈ എക്സ് മൈനസ് സി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് സോൾവബിൾ ഫോർ y.